ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ചാനൽ സത്യത്തോടൊപ്പം നീതിക്കൊപ്പം നിലകൊണ്ടപ്പോൾ അവർക്കൊപ്പം ചേർത്ത് നിർത്തിയ മറ്റൊരു മുഖമുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ എം.എ. ലാൽ, എഡിറ്റോറിയൽ ന്യൂസ് ആങ്കർ കൈരളി ന്യൂസ്. ഡോക്ടർ എം.എ. ലാൽ കൈരളി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ച പണ്ഡിതനും അതിനൊപ്പം ദൃശ്യമാധ്യമ രംഗത്ത് വാർത്താവതരണത്തിൽ സമരസത്തിന്റെ നൂതന വഴിത്താരയൊരുക്കിയ അവതാരകനുമാണ് ഡോക്ടർ എം.എ. ലാൽ. രാഷ്ട്രീയ പക്ഷമുള്ള ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോഴും മറുപക്ഷത്തിന് പറയാനുള്ള അവസരമൊരുക്കുന്നതിൽ ഡോക്ടർ ലാൽ ശ്രദ്ധ പുലർത്താറുണ്ട്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഡോക്ടർ ലാലിൻ്റേത്. വാർത്താ അവതരണത്തിലെ വേറിട്ട ശൈലിയാണ് ഡോക്ടർ ലാലിനെ ഈ മേഖലയിൽ ജനകീയനാക്കുന്നത്. പൊതുയിടങ്ങളിലെ പെരുമാറ്റങ്ങളിൽ മൂല്യശോഷണം നേരിടുന്ന ഇക്കാലഘട്ടത്തിൽ എതിർപക്ഷത്തോട് കാട്ടുന്ന ആദരവ് ഡോക്ടർ ലാലിന്റെ വാർത്താ അവതരണ പരിപാടികളിൽ നിന്നും മാതൃകയാക്കാവുന്നതാണ്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ലാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ മിഷനുകളുടെ ചുമതല വഹിക്കുന്നു. 1998 NTVയിലൂടെ ജേർണലിസത്തിൽ തുടക്കം, പിന്നീട് ഏഷ്യാനെറ്റിൽ സുപ്രഭാതം പരിപാടിയുടെ അവതാരകൻ. 5 വർഷം കൊണ്ട് 1000-ലേറെ അഭിമുഖങ്ങൾ. ഒരിക്കൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ അഭിമുഖം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം 2011 കൈരളി ടിവിയിലേക്ക്, 2017 മാസ്റ്റർ വിഷൻ പുരസ്കാരം അവതാരകനുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. മാധ്യമ പ്രവർത്തനത്തിൽ മികവിന്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഡോക്ടർ എം.എ. ലാലിനെ മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഇൻഡോ അറബ് ഗാല നൈറ്റിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മാധ്യമരംഗത്തെ ശ്രദ്ധേയമായ ഒരു കാൽവെപ്പിന് അതിനടയാളമായി മാറിയ കൈരളി ചാനലിനോടൊപ്പം ദീർഘകാലത്തെ സഞ്ചാരം അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, പുരസ്കാരം സമർപ്പിക്കുകയാണ്. താങ്ക് യു വിശ്വനാഥ് സിംഗ് സർ, താങ്ക് യു റഫീഖ്, താങ്ക് യു ദുബായ്. 2 വാചകങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ എൻ്റെ സുഹൃത്ത് അരുൺകുമാർ ഇവിടെ വന്ന് മാധ്യമ പ്രവർത്തകനായി ഇനിയുള്ള കാലം എങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞു. ഏത് രീതിയിലാണ് ജനങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ ഒരു മാധ്യമ പ്രവർത്തകൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിൻ്റെ ഒരു വാഗ്ദാനമാണ് അവിടെ നൽകിയത്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെയും ഒരു പാമ്പിനെയും ഒരുമിച്ച് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഏതിനെയാണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് 2 പക്ഷമില്ലാത്തവരുടെ ലോകം കൂടിയായി മാറിയിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇന്നിവിടെ കണ്ട കാഴ്ച, മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണലിൻ്റെ അവാർഡ് വിതരണ ചടങ്ങ് കൂടിയായ ഈ വേദിയിൽ നമ്മൾ കണ്ട കാഴ്ച, ഇവിടെ പുരസ്കാരിതരായി മാറിയ ഒരു കൂട്ടം ആളുകൾ അവരുടെയൊക്കെ അവരുടെ മേഖലയിലുള്ള പ്രവർത്തനം, പിഷാരടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരും എന്താണ് അവരവരുടെ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ അവർ ഈ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന, അത് മാധ്യമപ്രവർത്തകർ കൂടി മനസ്സിലാക്കുകയും മാധ്യമപ്രവർത്തകരും അവരുടെ മേഖലയിലൂടെ അവരുടെ നാടിനെ, അവരുടെ നാട്ടുകാരെ, ഈ സമൂഹത്തെ പുനരുദ്ധരിക്കാനും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആളുകളുടെ കയ്യടി വാങ്ങാനും, കടക്ക് പുറത്ത് എന്ന് പറയിക്കപ്പെടുന്നിടത്ത് നിന്ന് അവരെ കടന്ന് ചെന്ന് ആശ്ലേഷിക്കാനുള്ള ഒരു ഘട്ടം ഒരുക്കാനും മാധ്യമപ്രവർത്തകർ വീണ്ടും പഠിക്കുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട്. കൈരളിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി ഇവിടെ 2 ദിവസം മുമ്പ് വന്നിട്ട് പോയതേ ഉള്ളൂ. ശ്രീ ജോൺ ബിട്ടാസ് MD ഇവിടെ നേരത്തെ എൻ്റെ പ്രൊഫൈൽ കാണിച്ചപ്പോൾ പറഞ്ഞതാണ്,
എല്ലാ ആളുകൾക്കും സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് എല്ലാ ശബ്ദങ്ങളും കേൾപ്പിക്കുന്ന ഒരു ചാനലായി കൈരളി ജനങ്ങളുടെ ആത്മാവിഷ്കാരമായി മാറുന്നതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒരാളുടെ മാത്രം കഴിവല്ല, എൻ്റെ കഴിവല്ല, അത് ഈ നേരത്തെ പറഞ്ഞ വിഷണറീസിൻ്റെ കഴിവാണ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അങ്ങനെ അല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇനി അങ്ങോട്ട് ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള മാധ്യമമായി മാറുക എന്നതാണ്. ഒറ്റ വാചകം. പ്രിയപ്പെട്ട റഫീഖ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അദ്ദേഹം നേരത്തെ ഇവിടെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ബാല്യകാല സുഹൃത്ത് എന്നുള്ളത് വെറുതെ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതല്ല, പക്ഷെ അതുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ച് ആദരിച്ചതൊന്നുമല്ല. അദ്ദേഹം എൻ്റെ ബാല്യകാല സുഹൃത്താണെന്ന് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ആ ബാർബർ ബാലനെ തിരിച്ചറിഞ്ഞതുപോലെ ഇവിടെ ഈ വേദിയിൽ മുമ്പൊരിക്കൽ വന്നപ്പോഴാണത് തിരിച്ചറിയുന്നത്. ഒരു ദുബായിൽ വന്ന് ദുബായിലെ പ്രധാനപ്പെട്ട ആളുകളെ, ശ്രീ മണികണ്ഠൻ, ശ്രീ ഹരികുമാർ, ശ്രീ അഷ്റഫ് താമരശ്ശേരി, നിങ്ങളിൽപ്പെട്ട എത്രയോ ആളുകളെ ആദരിക്കാൻ എൻ്റെ ബാല്യകാല സുഹൃത്ത് റഫീഖ് ഇന്ന് ഇത്രത്തോളം വലിയ നിലയിലേക്ക് എത്തി എന്നുള്ളിടത്ത് ഞാൻ കൂടുതൽ പുരസ്കാരിതനാകുകയാണ്. ദുബായിക്ക് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.